വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണി റെസിപ്പി കണ്ടാലോ? ഓയിലൊട്ടും ചേർക്കാതെ കുക്കറിൽ ഈസിയായി ചെയ്തെടുക്കാം. അതിലേക്കായി 3 ഗ്ലാസ് ബസ്മതി റൈസ് 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതിൽ പൊടിക്കാത്ത ഗരം മസാലയിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വെക്കണം. അതിൽ ചെറിയുള്ളി, നല്ല കുനുകുന അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് എടുക്കാം. നമ്മുടെ മെയിൻ ഐറ്റമായ ചിക്കൻ നല്ലതുപോലെ കഴുകി അതിലേക്ക് ചേർക്കാം. ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മാഗി ക്യൂബ്സ് 2 എണ്ണവും ചേർക്കണം. ഇനി പൊടികൾ ചേർക്കാം. പാപ്രിക്ക പൗഡറും മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം കളറിന് വേണ്ടിയിട്ട്. പിന്നെ പിരിയൻ മുളക് 1 സ്പൂൺ ചേർത്താൽ മതിയാവും. ലേശം മല്ലിപ്പൊടി ചേർത്ത് അതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് അടച്ച് 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറക്റ്റ് 2 വിസിൽ വരുമ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. തുറന്ന് നോക്കുമ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സൈഡായിട്ട് ചിക്കൻ ഫ്രൈ റെഡിയാക്കിയാലോ? ബിരിയാണിക്കകത്ത് കുറച്ച് അലങ്കാര പണികളൊക്കെ ചെയ്തപ്പോൾ കാണാൻ നല്ല ലുക്കായിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ കുക്കർ ബിരിയാണി കൂടെ സാലഡും പപ്പടവും ചിക്കൻ ഫ്രൈയും പൈനാപ്പിൾ സ്ലൈസും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.